നമസ്കാരം. വിവാദമായ ഡൽഹി മദ്യനയ കേസിൽ മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും അടക്കം 23 പ്രതികളെയും വെറുതെ വിട്ടു. അവർ ഉൾപ്പെട്ട മദ്യനയ കേസ് നിലനിൽക്കുകയില്ല എന്ന് പറഞ്ഞ് CBI സ്പെഷ്യൽ കോടതി ആ കേസ് തന്നെ റദ്ദു ചെയ്തു. കേസിൻ്റെ വിചാരണ പൂർത്തിയാക്കി കുറ്റവിമുക്തരാക്കിയതല്ല, വിചാരണയ്ക്ക് മുമ്പ് തന്നെ നിയമപരമായി യാതൊരു സാധുതയുമില്ലാത്ത, ഒരു തരത്തിലും നിലനിൽക്കാത്ത കേസ് എന്ന് പറഞ്ഞാണ് വിചാരണ കോടതി റദ്ദ് ചെയ്തത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞാണ് അരവിന്ദ് കെജ്രിവാൾ പൊട്ടിക്കരഞ്ഞത്. അരവിന്ദ് കെജ്രിവാളിനെ ചേർത്ത് പിടിച്ച് ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയും വിങ്ങിക്കരഞ്ഞു. മനീഷ് സിസോദിയ 1.5 വർഷവും അരവിന്ദ് കെജ്രിവാൾ 6 മാസവുമാണ് ഈ കള്ളക്കേസിൽ ജയിലിൽ കിടന്നത്. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പകവീട്ടലിനെ ഭരണകൂടം തുനിഞ്ഞാൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പോലും ജയിലിലടയ്ക്കാൻ പ്രയാസമില്ലെന്ന് ഈ കേസ് തെളിയിക്കുന്നു. മനീഷ് സിസോദിയെയും അരവിന്ദ് കെജ്രിവാളിനെയും വെറുതെ വിടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ഇന്ത്യൻ പൗരന്മാരിൽ ഒരാൾ ഈയുള്ളവനാവും. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അഫിലിയേറ്റ് ചെയ്യാതെ നിഷ്പക്ഷതയോടെ വാർത്തകളെ കാണുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് പലപ്പോഴും മോദിയും RSSും സംഘപരിവാരും വെറുക്കപ്പെട്ടവരാണ് എന്ന പൊതുബോധത്തിനെതിരെ നിലപാടെടുത്ത് സംഘിപ്പട്ടം ചാർത്തി ഞങ്ങൾക്ക് ജീവിക്കേണ്ടി വരുന്നത്. എന്നാൽ മറുനാടൻ പറയുന്നത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയുന്നു. ഞങ്ങളുടെ മാധ്യമപ്രവർത്തന ജീവിതത്തിലെ ഏറ്റവും വലിയ വിമർശനത്തിന് ഇടയായത് അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മിയെയും പിന്തുണച്ചപ്പോഴാണ്. മദ്യനയ കേസിൻ്റെ പേരിൽ സകല മാധ്യമങ്ങളും, സകല ചാനലുകളും, സകല രാഷ്ട്രീയ പാർട്ടികളും, മറുനാടിൻ്റെ 90% അധികം വരുന്ന പ്രേക്ഷകരും ഞങ്ങളെ തള്ളിപ്പറഞ്ഞപ്പോഴും കെജ്രിവാളും ആം ആദ്മിയും ഈ കേസിൽ നിരപരാധികളാണ് എന്ന ഉറച്ച നിലപാടായിരുന്നു ഞങ്ങൾക്ക്. മറുനാടൻ രാജ്യവിരുദ്ധ ശക്തികളുടെ കയ്യിലെ ചട്ടുകമാകുന്നു. ക്രിപ്റ്റോ ക്രിസ്ത്യാനിറ്റിയെയും ദേശവിരുദ്ധ ശക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന അന്താരാഷ്ട്ര ശക്തികളുടെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഉപകരണത്തെ ഞങ്ങൾ കൂട്ടുപിടിക്കുന്നു എന്നായിരുന്നു ഞങ്ങൾക്കെതിരെയുള്ള ആരോപണം. സംഘപരിവാർ അനുഭാവികളായ നിരവധി പേർ രാജ്യദ്രോഹികളോട് ചേർന്ന് നിൽക്കുന്നു എന്നാരോപിച്ച് ഞങ്ങളെ വിട്ടുപോയി. എന്നാൽ ഞങ്ങളുടെ മുമ്പിൽ എക്കാലത്തും സത്യം മാത്രമായിരുന്നു വഴികാട്ടി. അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർന്നു വരുന്നതൊക്കെ കേവലം ആരോപണങ്ങളാണെന്നും അവയൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ഇല്ലാതായിത്തീരുമെന്നും ഞങ്ങൾ അന്നേ പറഞ്ഞു. ആ നിലപാടാണ് ഡൽഹിയിലെ സ്പെഷ്യൽ കോടതി ശരിവെച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെതിരെ ചുമത്തിയിരുന്ന അഴിമതി കേസ് വളരെ വിചിത്രമായിരുന്നു. അരവിന്ദ് കെജ്രിവാളോ മന്ത്രിമാരോ ആം ആദ്മി പാർട്ടിയോ അഴിമതി നടത്തിയതിൻ്റെ ഒരു തെളിവും ഒരു കാലത്തും അന്വേഷണ സംഘത്തിനോ CBIക്കോ പുറത്തുവിടാൻ കഴിഞ്ഞില്ല. അഴിമതി നടന്നു എന്ന് പോലും അവർക്ക് തറപ്പിച്ചു പറയാൻ കഴിയുമായിരുന്നില്ല. 2021 പാസാക്കിയ ഡൽഹി മദ്യനയം അഴിമതിക്ക് വേണ്ടിയുള്ളതാണ് എന്നതിൻ്റെ പേരിൽ നയത്തിനെതിരെയായിരുന്നു കേസ്, അഴിമതിക്കെതിരെയായിരുന്നില്ല. 2021 അരവിന്ദ് കെജ്രിവാൾ കൊണ്ടുവന്ന മദ്യനയം വഴി ഡൽഹി സർക്കാരിന് വലിയ സാമ്പത്തിക ലാഭമുണ്ടായി. ഡൽഹിയിലെ മദ്യം ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് മാന്യമായി അത് വാങ്ങി കഴിക്കാൻ പറ്റിയ സാഹചര്യമുണ്ടായി. അതുവരെ ചില മാഫിയ സംഘങ്ങളുടെ കയ്യിലായിരുന്നു ഡൽഹിയിലെ മദ്യവ്യാപാരം. ആ മാഫിയ സംഘങ്ങൾ ലാഭമുണ്ടാക്കുകയും സമാന്തര സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയും ചെയ്തെങ്കിലും സർക്കാരിന് ലാഭമുണ്ടായിരുന്നില്ല. സർക്കാർ അത് ഏറ്റെടുത്ത് ലേലം ചെയ്ത് സ്വകാര്യ കമ്പനികളെ മദ്യവിൽപ്പന ഏൽപ്പിച്ചു. ഡൽഹിയെ 32 സോണുകളായി തിരിച്ച് ഓരോ സോണിലും 27 മദ്യശാലകൾ വീതം 864 മദ്യശാലകൾ സ്ഥാപിച്ച് ആ മദ്യശാലകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. എന്ന് വെച്ചാൽ മദ്യവിൽപ്പനയ്ക്ക് സ്റ്റാൻഡേർഡ് ഉയർത്തി. മാന്യമായി ക്യൂ നിൽക്കാതെ മദ്യം വാങ്ങിക്കഴിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. മദ്യപാനികൾ സന്തുഷ്ടരായി. മദ്യവിൽപ്പന ഉയർന്നതോടെ സർക്കാരിൻ്റെ വരുമാനം ഉയർന്നു. എന്നാൽ മദ്യവിൽപ്പനക്കാർക്ക് കമ്മീഷൻ ഉയർത്തിക്കൊടുത്തത് അഴിമതി ലാക്കാക്കിയാണെന്നും ഈ ഇടപാട് വഴി ഏതാണ്ട് 103 കോടി രൂപ
അഴിമതി നടത്തിയെന്നും ആരോപിച്ച് ആദ്യം രംഗത്ത് വന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. മദ്യമാഫിയയെ നിയന്ത്രിച്ചിരുന്ന കോൺഗ്രസിലെ ചില നേതാക്കൾക്കും അവരുടെ ശിങ്കിടികൾക്കും മദ്യക്കച്ചവടം നഷ്ടപ്പെട്ടപ്പോൾ അവർ ഉയർത്തിയ വ്യാജ ആരോപണമായിരുന്നത്. ആ ആരോപണം BJP ഏറ്റെടുക്കുന്നു. BJPയുടെ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിച്ചിരുന്ന സക്സേന എന്ന ലഫ്റ്റനന്റ് കേണൽ വിശദ അന്വേഷണത്തിന് ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിക്കുന്നു. ചീഫ് സെക്രട്ടറി കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ആളാണെന്ന് ഓർക്കണം. അവർ അഴിമതി നടന്നു എന്ന് ആരോപിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CBI FIR രജിസ്റ്റർ ചെയ്ത് മനീഷ് സിസോദിയയെ ജയിലിൽ അടച്ചു. 1.5 വർഷമാണ് മനീഷ് സിസോദിയ ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്നത്. മനീഷ് സിസോദിയ അടക്കം പിന്നീട് അവർ അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്തു. സുപ്രീം കോടതി വരെ പോയി ഫൈറ്റ് ചെയ്താണ് ആം ആദ്മി നേതാക്കൾ ജാമ്യം നേടിയത്. ഈ കാലയളവിൽ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും ആം ആദ്മിക്കെതിരെ രംഗത്ത് വന്നു. അഴിമതി ഇല്ല എന്ന് പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല. വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ, വ്യവസ്ഥാപിത കച്ചവടങ്ങൾക്കെതിരെ, വ്യവസ്ഥാപിത മാധ്യമങ്ങൾക്കെതിരെ നിലപാടെടുത്ത അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മിക്കും വലിയ തിരിച്ചടിയായി. അത് കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി അധികാര ഭ്രഷ്ടരായി. അരവിന്ദ് കെജ്രിവാളും സിസോദിയയും അടക്കമുള്ളവർ തോറ്റുപോയി. എന്നാൽ ഇപ്പോഴിതാ തെളിവിൻ്റെ ഒരു കീറക്കടലാസ് പോലുമില്ല. ഇത് ഗൂഢാലോചനയാണ്. കേസെടുത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അന്വേഷണം വേണം എന്ന് പറഞ്ഞ് കോടതി കേസ് റദ്ദ് ചെയ്തിരിക്കുന്നു. ഇതോടുകൂടി പൊളിഞ്ഞുപോയത് ആം ആദ്മി പാർട്ടിയെയും അതിൻ്റെ നേതാക്കളെയും ജയിലിലടച്ച് ആ പ്രസ്ഥാനം തന്നെ ഇല്ലാതാക്കി ഇന്ത്യയിൽ വളർന്നു വരുന്ന സമാന്തര രാഷ്ട്രീയത്തിന് തിരശ്ശീല വീഴ്ത്താനുള്ള നീക്കമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ അഴിമതിക്കെതിരെ പോരാടിയാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിയും അധികാരത്തിലെത്തുന്നത്. എന്നാൽ പിന്നീട് കോൺഗ്രസ് പാർട്ടി ആ അഴിമതി കൊടുങ്കാറ്റിൽ നിലം പരിശായി. എന്നാൽ പിന്നീട് BJPയുടെ ശത്രുവായി മാറി ആം ആദ്മി. ഡൽഹി ഭരണം മൂലം ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ആം ആദ്മിയെ ഇല്ലാതാക്കാൻ പരമാവധി ശ്രമിക്കുകയും ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നീക്കങ്ങൾ നടത്തുകയും ചെയ്തിട്ടും ജനങ്ങൾ 3 തവണ ആം ആദ്മി പാർട്ടിയെ തെരഞ്ഞെടുത്തു. ഈ അഴിമതി കേസിൽ നിരപരാധിത്വം തെളിയിക്കാനാവാതെ കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും തളർന്നു വീണു. ഇപ്പോഴിതാ അവർ വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജനങ്ങൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും സൗജന്യ ചികിത്സയും സൗജന്യ യാത്രയും സൗജന്യ വെള്ളവും സൗജന്യ വൈദ്യുതിയും കൊടുത്ത് ജനഹൃദയങ്ങളിലേക്ക് കടന്നു കയറിയ പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചന പൊളിഞ്ഞു പോയിരിക്കുന്നു. ഇത് ആം ആദ്മിക്ക് പുതുജീവൻ നൽകും. പഞ്ചാബിലെ ഭരണം നിലനിർത്താനും ഡൽഹിയിലും ഗുജറാത്തിലും ഗോവയിലുമൊക്കെ പടർന്നു പന്തലിക്കാനും ഈ വിധി കാരണമാകും. ഇതിനെതിരെ അപ്പീലുമായി CBI പോകുമായിരിക്കും. എന്തു സംഭവിച്ചാലും കേസിൽ തെളിവില്ല എന്ന് വിചാരണ കോടതി കണ്ടെത്തിയ സ്ഥിതിക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കാൻ ഇനി പോരാട്ടം തുടരാൻ ആം ആദ്മിക്കും കെജ്രിവാളിനും കഴിയും. കെജ്രിവാളിന്റെ അഴിമതി വിരുദ്ധ പോരാട്ടം തുടരട്ടെ. രാജ്യത്തിന് നല്ല ഭരണം കാഴ്ചവെക്കുന്ന BJPയെ ഏകാധിപത്യ പ്രവണതയിലേക്ക് പോവാതെ, അഴിമതിയിലേക്ക് പോവാതെ ശക്തമായ പ്രതിപക്ഷമായി തടഞ്ഞു നിർത്താൻ അരവിന്ദ് കെജ്രിവാളിന് കഴിയട്ടെ എന്ന് ആശംസിക്കാം. ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് കൂടി കേൾക്കുക. ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ സഹമന്ത്രിയായ മനീഷ് സിസോദിയ അടക്കം 23 പ്രതികളെ ഡൽഹി മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് CBI എടുത്ത കേസിൽ പ്രത്യേക CBI റോസ് അവന്യൂ കോടതി ഇന്നലെ വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവ് വന്നു. ആ ഉത്തരവ് വന്നതിന് ശേഷം മാധ്യമങ്ങളുടെ മുമ്പിലെത്തിയ അരവിന്ദ് കെജ്രിവാൾ പൊട്ടിക്കരയുന്നതും വിതുമ്പുന്നതും വിലപിക്കുന്നതും നമ്മൾ കണ്ടു. മനസാക്ഷിയുള്ള ജനാധിപത്യ മൂല്യങ്ങൾ ഇന്ത്യയിൽ പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും വിതുമ്പലിനൊപ്പം അറിയാതെയെങ്കിലും കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാത്ത മനുഷ്യർ എത്രക്കാരുടെ നമുക്കറിയാം. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ നിയമവശം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. വെറുതെ വിട്ടതിന് ശേഷം ഉള്ള സോഷ്യൽ മീഡിയ BJP സംഘപരിവാർ അക്കൗണ്ടുകളിൽ നിന്ന് വരുന്ന ഒരു വ്യാഖ്യാനം, കുറേ തെളിവുകൾ ഇനിയും കയ്യിലിരിപ്പുണ്ട്. അത് കൃത്യമായി ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷൻ കഴിയാത്തത് മൂലമാണ് ഇത് വെറുതെ വിട്ടിരിക്കുന്നത്. അല്ലാതെയൊന്നുമല്ല. നമുക്ക് അപ്പീലിൽ കാണാം. യോദ്ധ സിനിമയിൽ ജഗതി പറയുന്ന പോലെ കാവിലെ പാട്ട് മത്സരത്തിൽ കാണാമെന്ന് പറയുന്ന ഡയലോഗ് അടിക്കുന്നുണ്ട്. പക്ഷെ അതങ്ങനെയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നിയമം അറിയാൻ ആഗ്രഹിക്കുന്ന, പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെങ്കിലും അത് മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയാനാണ് ഈ വീഡിയോ. ഈ കേസിൽ സാധാരണഗതിയിൽ ഒരു
പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ പോലീസ് കോടതിയിൽ കൊണ്ടുവരുന്ന ചാർജ് ഷീറ്റ് അലിഗേഷൻസ് കോടതി വിചാരണ നടത്തും, സാക്ഷികളെ വിസ്തരിക്കും, ഡോക്യുമെൻറ്റുകൾ പരിശോധിക്കും. അങ്ങനെ നീണ്ട ഒരു വിചാരണ പ്രോസസ്സ് ഉണ്ട്. പ്രതിയോട് ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ ആദ്യം ചോദിക്കും, പ്രതി ഇല്ല എന്ന് പറയും. അങ്ങനെയാണ് അതിൻ്റെ വിചാരണയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു വിചാരണയ്ക്ക് ശേഷമല്ല ഈ കേസ് വെറുതെ വിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വിചാരണ നടത്തി കഴിയുമ്പോൾ കോടതി പറയുകയാണ് പ്രോസിക്യൂഷന് ഫുള്ളി പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല, സംശയാതീതമായി കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് പ്രതികളെ വെറുതെ വിടുന്നു എന്നല്ല ഈ കേസ്. അങ്ങനെയല്ല ഈ കേസിൽ പ്രതികളെ വെറുതെ വിട്ടിട്ടുള്ളത്. അതായത് ഒന്നുകൂടെ തെളിച്ചു പറയാം, കുറേയൊക്കെ തെളിവുകളുണ്ട്, പക്ഷേ ശിക്ഷിക്കാൻ പര്യാപ്തമായ തെളിവുകളില്ലാത്തതുകൊണ്ട് പ്രതിയെ വെറുതെ വിടുന്നു എന്ന രീതിയിൽ. അതായത് കുറ്റമൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ല ഈ കേസിൽ വെറുതെ വിട്ടത്. അതെങ്ങനെയാണ് വെറുതെ വിട്ടതെന്ന് പറഞ്ഞാൽ, ഈ ട്രയൽ തുടങ്ങുന്നതിന് മുമ്പ്, ഒരു ക്രിമിനൽ കേസിൽ വിചാരണ പ്രൊസീഡിങ്സ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഒരു പ്രതിക്ക് കോടതിയിൽ പറയാം എനിക്കെതിരെ ഒരു തെളിവുമില്ല കോടതി, അതുകൊണ്ട് ഈ കേസ് വിചാരണ പോലും ചെയ്യാതെ ഡിസ്ചാർജ് ചെയ്ത് കളയണം എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. BNSSൽ ഇപ്പോൾ CRPC മാറി BNSS വന്നു. സെക്ഷൻ 250ലാണ് ഡിസ്ചാർജിനെ പറ്റി പറയും. ഞാനതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. If upon consideration of the record of the case and the documents submitted therewith, and after hearing the submission of the accused and the prosecution in this behalf, the judge consider that there is not sufficient ground for proceeding against the accused, he shall discharge the accused and record his reason. എന്ന് പറഞ്ഞാൽ, കോടതിയിലെ കേസിൻ്റെ ഡോക്യുമെൻസുകളും ചാർജുകളും കുറ്റപത്രങ്ങളൊക്കെ വന്നതിന് ശേഷം, കോടതി അതെല്ലാം കേട്ടതിന് ശേഷം, അതെല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം പ്രതിക്കെതിരെ വിചാരണ തുടങ്ങി പ്രതിയെ വെറുതെ വിടുന്നതല്ല, ആ വിചാരണ തുടങ്ങാൻ പോലും പര്യാപ്തമായ ഒരു തെളിവിൻ്റെ ഒരംശം പോലും ഇല്ലെങ്കിൽ ജഡ്ജിക്ക് പ്രതിയെ വെറുതെ വിടാം എന്നൊരു റീസൺ കൂടി എഴുതണം. ഈ ജഡ്ജ്മെൻറ്റിൽ വ്യക്തമായ റീസൺസ് എഴുതിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇൻറ്റേർണൽ കോൺട്രഡിക്ഷൻസ്, സീരിയസ് ഗ്യാപ്പ്, നോ ക്രെഡിബിൾ എവിഡൻസ്, നോ ക്രെഡിബിൾ പ്രൂഫ് ഓഫ് ക്രിമിനൽ ഇൻറ്റൻറ്റ്, ബ്രൈബ്, റോൾ ഓഫ് കറപ്ഷൻ, കോൺസ്പിറൻസി. ഇതൊന്നും തെളിയിക്കാൻ, ഇത് തെളിയിക്കാനല്ല, ഇത് പ്രൈമാ ഫെസി പ്രാഥമികമായിട്ടെങ്കിലും കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ഒരു തെളിവുമുണ്ടായ കേസിലാണ് പ്രതികളെ വെറുതെ വിട്ടത്. മനസ്സിലാക്കാണല്ലോ ഈ കേസിൻ്റെ മെറിറ്റ്, ഈ കേസ് എന്താ സംഭവിക്കാമെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആദ്യം ED ആണ് കേസെടുക്കുന്നത്. ആദ്യം CBI കേസെടുക്കുന്നു. CBIയുടെ കേസ് ED കൈമാറുന്നപ്പം EDയുടെ കേസും എന്ത് സംഭവിക്കാൻ പോകും നമുക്കറിയാം. ഈ കേസ് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? അഴിമതി വിരുദ്ധ പ്രസ്ഥാനമായിട്ട് കടന്നു വന്ന ഒരു പാർട്ടി അല്ലേ. അരവിന്ദ് കെജ്രിവാളിന് ഒരു സിവിൽ സർവീസിൽ ഇരുന്ന മനുഷ്യനാണ്. ഇഷ്ടംപോലെ സമ്പാദിക്കാമായിരുന്നു, കൈക്കൂലി വാങ്ങാമായിരുന്നു, ഭാവിയിൽ സമ്പാദിക്കാമെന്ന്. അത് ഉപേക്ഷിച്ചിട്ട്, ആ സാമ്പത്തിക പദവികളും താല്പര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് ഒരു നേഷൻ ബിൽഡിങ്ങിൻ്റെ ഭാഗമായി ഒരു രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ്. അപ്പോൾ അഴിമതി വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി 2006 മാക്സിസ് അവാർഡ് കിട്ടി പരിവർത്തൻ മൂവ്മെൻറ്റിലൂടെ കടന്നു വന്നൊരു മനുഷ്യൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങുന്നു. ഡൽഹിയിൽ 2 ടേം ഭരിക്കുന്നു. ഈ 2 ടേം ഭരിക്കുക എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ മേഖലയും കയ്യിൽ ഒതുക്കിയ സംഘപരിവാർ സാഹചര്യത്തിൽ ഡൽഹി മാത്രം ഭരിക്കാൻ സാധിക്കുന്നില്ല. അതായത് മൂക്കിൻ്റെ തുമ്പത്തുള്ള ഭരണസിരാ കേന്ദ്രം കയ്യിലില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏജൻസികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്ത വൃത്തികേടാണിത്. അതായത് ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം നമ്മുടെ വീട്ടിൽ 2 ദിവസം അടുപ്പിച്ച് പോലീസ് ജീപ്പ് പോലീസുകാരോട്ട് വന്നാൽ തൊട്ടടുത്തവൻ പറയും എന്തോ കള്ളത്തരമുണ്ട്, എന്തോ കേസിൽ അകപ്പെട്ടിട്ടുണ്ട്, ഒരു സംശയം ജനിപ്പിക്കുക. അപ്പോൾ അഴിമതി വിരുദ്ധരായി വന്ന ഒരു പാർട്ടിയുടെ നേതാവിനെ അഴിമതി കേസിൽ 2 ദിവസമെങ്കിലും ജയിലിലിട്ടാൽ കുറച്ചിലധികം മനുഷ്യരെങ്കിലും വിശ്വസിക്കും ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന്. അങ്ങനെ അധികാരത്തിൽ തിരിച്ചു വരാൻ വേണ്ടി നടത്തിയ ഒരു നാടകം 8 നിലയിൽ പൊട്ടിയിരിക്കുന്നു എന്ന് മാത്രമാണ് കേസ്. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് കാവിലെ പാട്ട് മത്സരത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. താങ്ക് യു.